ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. ഇ ശ്രീധരന്റെ അതിവേഗ റെയിൽ പദ്ധതി അനിശ്ചിതത്വത്തിൽ. കേന്ദ്ര സർക്കാർ പദ്ധതി പ്രഖ്യാപിക്കാത്തതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. പൊന്നാനിയിൽ തുറന്ന ഓഫീസിന്റെ പ്രവർത്തനവും വഴിമുട്ടി. 5 ദിവസമായിട്ടും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഓഫീസിലെത്തിയിട്ടില്ല. മുബഷിപ്പി അക്ബറുണ്ട്. മുബഷിപ്പി അക്ബർ, നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ എന്താണ് കാണാൻ പറ്റുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇ ശ്രീധരന്റെ ഒരു സ്വപ്നമായിരുന്നു. നമ്മൾ ശ്രീധരനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഈ ശ്രീധരനെ വെറുതെ മോഹങ്ങൾ കൊടുത്ത് വഞ്ചിക്കുകയായിരുന്നു ഈ റെയിൽവേ മന്ത്രിയും DMRC. അക്കാര്യത്തിൽ വിശദീകരണം നടത്തേണ്ടത് ഇ ശ്രീധരൻ തന്നെയാണ്. ഡോക്ടർ അരുൺകുമാർ, ഇക്കാര്യത്തിൽ 5 ദിവസം മുൻപായിരുന്നു പൊന്നാനിയിൽ ഇ ശ്രീധരന്റെ വീടിന്റെ സമീപത്ത് തന്നെ DMRCയുടെ ഒരു ഓഫീസ് അദ്ദേഹം പ്രഖ്യാപിച്ച അതിവേഗ റെയിൽവേ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. DMRCയുടെ ഉദ്യോഗസ്ഥർ, ഒഫീഷ്യൽസ് തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളതായിരുന്നു ഇ ശ്രീധരൻ പറഞ്ഞിരുന്നത്. പക്ഷേ 5 ദിവസം കഴിഞ്ഞിട്ടും ഓഫീസിന്റെ പ്രവർത്തനം മന്ദഗതിയിലാണ്. നേരത്തെ ഓഫീസിന്റെ ഉദ്ഘാടന സമയത്തുണ്ടായിരുന്ന ആളുകൾ മാത്രമാണ് ഇപ്പോഴും അവിടെയുള്ളത്. അതേസമയം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം നടത്താൻ ഇതുവരെ DMRCയോ അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയമോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് 3 തവണയാണ് ഈ സംഭവം നടന്നതിനു ശേഷം, അല്ലെങ്കിൽ ഇ ശ്രീധരൻ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടത്. ഒരു സമയത്ത് പോലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ സ്ഥിരീകരിക്കാനോ പ്രഖ്യാപിക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഇ ശ്രീധരന് എല്ലാ തരത്തിലുള്ള പിന്തുണയുമുണ്ട്. അദ്ദേഹം പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് നൽകിയതാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുണ്ടെന്ന് മാത്രമായിരുന്നു റെയിൽവേ മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നത്. ഏറ്റവും ഒടുവിൽ സഭയിൽ സംസാരിച്ച സമയത്തും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം നടത്താനും കേന്ദ്രമന്ത്രി തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പദ്ധതി അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. കേരളത്തെ സംബന്ധിച്ച് BJPയുടെ സംസ്ഥാന നേതാക്കൾക്കും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊരു വിവരവും ലഭിക്കാത്തത് അവർക്കിടയിലും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇ ശ്രീധരനെ പോലെയുള്ള ഒരു വ്യക്തിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് കൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതായിരുന്നു ഉണ്ണികൃഷ്ണൻ പറഞ്ഞിരുന്നത്. പക്ഷേ BJP നേതാക്കൾക്ക് ഒരു തരത്തിലുള്ള വിവരവും ലഭിച്ചിട്ടില്ല. അവരുമായിട്ട് ഒരു തരത്തിലുള്ള ആശയവിനിമയം ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആശയക്കുഴപ്പം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ള ചോദ്യം തന്നെയാണ് ഒരു ഭാഗത്തെ ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒരു ഭാഗത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇ ശ്രീധരനോട് തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. നേരത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് ഇ ശ്രീധരൻ. എന്താണ് ഈ പദ്ധതിയിലൂടെ ഇ ശ്രീധരൻ മുന്നോട്ട് വെക്കുന്നതെന്ന ചോദ്യവും പിണറായി വിജയൻ ഉന്നയിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഇ ശ്രീധരൻ ഇതിനെതിരെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അപ്പോൾ പദ്ധതിയുടെ പ്രഖ്യാപനം എവിടെ, എന്താണ് പ്രവർത്തനമെന്ന ചോദ്യങ്ങൾ തന്നെയാണ് ഇവിടെ ബാക്കിയാകുന്നത്. അരുൺ, താങ്ക് യു. മുബഷിപ്പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അക്കാര്യത്തിൽ ഏകദേശം തീരുമാനമായി എന്ന് തോന്നുന്നു. തുറന്ന ഓഫീസിന് ഇനി വാടക ആര് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. DMRCയിൽ നിന്ന് കടലാസില്ലേ? റെയിൽവേ മന്ത്രാലയത്തിൽ നിന്ന് DMRCയിലേക്ക് കടലാസില്ലേ? ഈ കടലാസുകളൊന്നുമില്ലാതെ DMRCയുടെ ഒരു ബാനറും വെച്ച് ഒരു പോസ്റ്ററും വെച്ച് എങ്ങനെയാണ് ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയുക? അവിടെയാണെങ്കിൽ DMRCയിലെ ഒരു ഉദ്യോഗസ്ഥൻ പോലും എത്തിയിട്ടുമില്ല. റെയിൽവേ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനും എത്തിയിട്ടില്ല. ആകെ എത്തിയത് പെൻഷൻ പറ്റിയ കുറച്ച് ആൾക്കാർ അവിടെ എത്തി. അതൊരു പെൻഷൻ ഹോമായിട്ട് മാറുമോ എന്നുള്ളതാണ് സംശയം. അതിന് വിശദീകരണം നൽകേണ്ടത് ഇ ശ്രീധരനാണ്. ഇ ശ്രീധരനെ ദയവ് ചെയ്ത് ഈ ഒരു മോഹവലയത്തിൽപ്പെടുത്തി പറ്റിക്കാനാണെങ്കിൽ അതാരും ശ്രമിക്കരുത് എന്നുള്ളതാണ്. കേരളം വളരെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് ഈ പണിയൊക്കെ ആരെങ്കിലും ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അവരോട് ആര് ചോദിക്കും? അതൊക്കെയാണ് അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക കേരളത്തിലെ ജനങ്ങൾ. എന്നാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓഫീസിന്റെ പ്രവർത്തനം വഴിമുട്ടിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അതല്ലെങ്കിൽ ഒരു ഉത്തരവ് പുറത്തു വരണം. DPR തയ്യാറാക്കാൻ ഏൽപ്പിച്ചു. പക്ഷേ അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാരുമായിട്ട് കൂടിയാലോചിക്കാതെ ഒരാൾക്ക് ഒരു ഓഫീസ് തുറക്കാൻ പറ്റൂ? സ്ഥലം ഏറ്റെടുക്കേണ്ടത് സർക്കാർ, പണം 20-40% മറ്റോ മുടക്കേണ്ടത് സംസ്ഥാന സർക്കാർ. ഒരാലോചനയും നടന്നിട്ടില്ല ഒരിടത്ത്.